പ്രിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗം എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയത് R.K. നാരായൺ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനായിരിക്കും. എഴുത്തുകാരനെ കുറിച്ചൊക്കെ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നിട്ടുണ്ട്. അത് പിന്നീടെങ്ങാനും നോക്കാം. നമുക്ക് ആദ്യം നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അപ്പോൾ സ്നേക്ക് നമുക്ക് പരിചിതമായ വാക്കുകളാണ്. സ്നേക്ക് എന്ന് വെച്ചാൽ പാമ്പ്, ഗ്രാസ് എന്ന് വെച്ചാൽ പുല്ല്. അപ്പോൾ പുല്ലിനിടയിലെ പാമ്പ്. വളരെ രസകരമായിട്ടുള്ള ഒരു പാഠമാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. നോക്കൂ. ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കഥയും തുടങ്ങുന്ന പോലെ തന്നെയാണ് ഈ കഥയും തുടങ്ങിയിരിക്കുന്നത്. എന്തുവാണ്? ആദ്യം സമയം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയേക്കുന്നത്. ഏത് സമയത്താണ് കഥ നടക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമൊക്കെ ഉള്ള സമയം. ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ് ഉള്ള ഒരു സമയം, നല്ല വെയിലൊക്കെ ഉള്ള ഒരു സമയം. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലോ വെയർ അറ്റ് ദെയർ സിസ്റ്റേ. അപ്പോൾ ദ ഇൻമേറ്റ്സ്, ഇതിൽ നമുക്ക് പരിചിതമല്ലാത്ത രണ്ട് വാക്കുകളുണ്ട്. ഇൻമേറ്റ്സ് എന്ന് വെച്ചാൽ അന്തേവാസികൾ അല്ലെങ്കിൽ സഹവാസികൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലോ, ബംഗ്ലാവ് എന്ന് വെച്ചാൽ ബംഗ്ലാവ് തന്നെ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേക്ക്, ബംഗ്ലാവ് എന്ന് എഴുതിയേക്കണം. അപ്പോൾ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലോ, അപ്പോൾ ആ ബംഗ്ലാവിൽ താമസിക്കുന്നവർ വേർ അറ്റ് ദെയർ സിസ്റ്റേ എന്ന് വെച്ചാൽ ഉച്ച ഉറക്കം. നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങൂലേ, അതേ ഇത് തന്നെ, മയക്കം അല്ലെങ്കിൽ ഉച്ച ഉറക്കം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിരുന്നു ആ ബംഗ്ലാവിലുള്ളവരൊക്കെ. എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ് ഫ്രാൻറ്റിക്കലി ആൻഡ് ഷൗട്ടഡ്. അപ്പോൾ പെട്ടെന്നാണ് എ സൈക്ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരാൾ സൈക്കിളിൽ വന്നിട്ട് റാങ് ഹിസ് ബെൽ, പെട്ടെന്ന് ബെല്ലടിക്കാൻ തുടങ്ങി. എങ്ങനെ? ഫ്രാൻറ്റിക്കലി, ഗേറ്റിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് ബെല്ലടിക്കുകയാണ്. ഫ്രാൻറ്റിക്കലി, ആ വാക്ക് പറയും പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥവും. ഫ്രാൻറ്റിക്കലി എന്ന് വെച്ചാൽ ഭ്രാന്തമായി, അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ എന്തെന്ന് പറയും, വെകിളി പിടിച്ചെന്നൊക്കെ പറയും. വെകിളി പിടിച്ച് അയാൾ അവിടെ കിടന്ന് ബെല്ലടിക്കുകയാണ്. ചറ പറയാന്നിങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഷൗട്ടഡ്, എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ എന്തോ വലിയ കാര്യമാണ്. എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. അപ്പോൾ എന്തുവാണ് പറഞ്ഞത്? എ ബിഗ് കോബ്ര, ഒരു വലിയ കോബ്ര എന്ന് വെച്ചാൽ കോബ്ര അതെല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. കോബ്ര എന്ന് വെച്ചാൽ ഏത് പാമ്പായിരിക്കും? അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ്? രാജവെമ്പാല അല്ല കോബ്ര. കിങ് കോബ്രയാണ് രാജവെമ്പാല. വെറും കോബ്ര എന്ന് പറഞ്ഞാൽ വെമ്പാലയിൽ നിന്ന് വിചാരിക്കേണ്ട. വെറും കോബ്ര എന്ന് വെച്ചാൽ മൂർഖൻ പാമ്പാണ് കേട്ടോ. കിങ് കോബ്ര രാജവെമ്പാലയും, വെറും കോബ്ര എന്ന് പറഞ്ഞാൽ അത് മൂർഖനുമാണ്. അപ്പോൾ എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. അപ്പോൾ അയാൾ എന്തുവാണ് പറഞ്ഞത്? ചറവറാന്ന് ഇങ്ങനെ വന്ന് കിടന്ന് ബെല്ലടിച്ചിട്ട് പറയാണ്. എന്തോന്ന്? എ ബിഗ് കോബ്ര, ഒരു വലിയ മൂർഖൻ പാമ്പ് ഇതാ നിങ്ങളെ കോമ്പൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്, നിങ്ങളുടെ പുരയിടത്തിലോട്ട് കയറിയിട്ടുണ്ട്, നിങ്ങളുടെ പറമ്പിലോട്ട് ഒരു കോബ്ര, ഒരു വലിയ മൂർഖൻ പാമ്പ് കയറിയിട്ടുണ്ട്. ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ. എന്നിട്ട് പറയാണ്, അത് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഈ ടയറിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് പോയത്. എൻ്റെ സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് പോയത്. എൻ്റെ ചക്രത്തിനെ ക്രോസ് ചെയ്താണ് പോയത്. ഹി പോയിൻറ്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ് ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേണി. അപ്പോൾ അയാൾക്ക് വേറെ നിൽക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടായിരിക്കും ഹി പോയിൻറ്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ്. അപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ട് ഈ കാര്യം ആ ബംഗ്ലാവിലുള്ളവരെ അറിയിക്കാനാണ് അയാൾ വന്നത്. പെട്ടെന്ന് അവിടെ കിടന്ന് ബെല്ലും അടിച്ച് കാര്യം പറഞ്ഞിട്ട് പാമ്പ് ഏത് വഴിയാണ് പോയത് ആ ട്രാക്കിലോട്ട് അയാൾ എന്തോന്ന് ചെയ്ത്, പാമ്പ് പോയ വഴിയിൽ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, ഇതാണ്ട ഇതുവഴിയാണ് കയറിപ്പോയത്, ഗേറ്റിൻ്റെ അടിയിൽ കൂടെയാണ് കയറി അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേണി. റെസ്യൂം ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോഴായാലും അങ്ങനെ ഒരു ഓപ്ഷൻ വരും, റെസ്യൂം എന്ന് വെച്ചാൽ തുടരുക. അപ്പോൾ വീണ്ടും തുടർന്നു. അപ്പോൾ അയാളെ
ജേണി, അയാളുടെ യാത്ര തുടർന്നു. എന്ന് വെച്ചാൽ അയാൾ അങ്ങ് പോയി. ഈ കാര്യവും പറഞ്ഞിട്ട് അയാൾ കൂടുതൽ സമയമൊന്നും അവിടെ നിന്നില്ല, അങ്ങ് പോയി. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഇത്രേ പറയുന്നുള്ളൂ. ഒരാൾ വന്നു അവിടെ വീട്ടുകാരെ അറിയിക്കുന്നു, ഒരു മൂർഖൻ പാമ്പ് അവരുടെ കോമ്പൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാമല്ലോ, വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ്, ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 സൺസ്. അപ്പോൾ ഇനി ബംഗ്ലാവിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, അവിടുത്തെ ബംഗ്ലാവിൽ ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 സൺസ്. അപ്പോൾ ആ ഫാമിലിയിൽ എത്ര പേരുണ്ട്? ഒരമ്മയും ആൻഡ് ഹെർ 4 സൺസ്, 4 ആൺമക്കളും ആണ് ഉള്ളത്. അവർ മൊത്തം 5 പേര്, 4 ആൺമക്കളും. കൺസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക. അപ്പോൾ ഫാമിലിയിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ എണ്ണമാണ് പറഞ്ഞത്. ആകെ 5 പേരാണ് ആ ബംഗ്ലാവിൽ താമസിക്കുന്നത്, ഒരമ്മയും 4 ആൺമക്കളും. ദേ വെയർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. അപ്പോൾ ദേ വെയർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് എന്ന് വെച്ചാൽ ബഹളം കൂട്ടുക, ഭയങ്കരമായിട്ട് ബഹളം കൂട്ടി. ഒരു പാമ്പ് വന്ന് വീട്ടിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെരടത്ത് ഒരു പാമ്പ്, ഒരു മൂർഖൻ പാമ്പാണ് കയറിയേക്കണം. അപ്പോൾ കടിച്ചാൽ തീർന്നില്ലേ, അറിയാതെ എങ്ങനെ ചെന്ന് കയറി കൊടുത്താൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇയാളെ ബെല്ലടിയൊക്കെ കേട്ടോണ്ട് എല്ലാവരും എണീച്ച് വന്ന് അവിടെ കിടന്ന് ബഹളം കൂട്ടാൻ തുടങ്ങി, ആൾക്കാരെ അറിയിച്ച്. നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യണം, വീട്ടിൻ്റെ അടുത്തുള്ളവരെയൊക്കെ വിളിക്കും. അപ്പോൾ ഈ ന്യൂസ് കേട്ട് അവരും ബഹളം വയ്ക്കാൻ തുടങ്ങി. സൂൺ ദേ അസംബിൾഡ് അറ്റ് ദ ഗേറ്റ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയി. വീട്ടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി എല്ലാവരും ഗേറ്റിൻ്റെ അടുത്തോട്ട് ചെന്ന് നിൽക്കാൻ തുടങ്ങി. കാരണം അകത്തേക്കുന്നത് റിസ്ക്കാണ്, പാമ്പ് ഇപ്പാണ് ഇനി അങ്ങോട്ട് കയറി ചെല്ലണമെന്ന് അറിഞ്ഞൂടല്ലോ. ദെയർ ഓൾഡ് സെർവൻറ്റ് ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. അപ്പോൾ ദെയർ ഓൾഡ് സെർവൻറ്റ് ദാസ, അപ്പോൾ അവരെ സെർവൻറ്റ്, അവരെ ജോലിക്കാരൻ്റെ പേരെന്തുവാണ്? ദാസ. മറക്കല്ലേ കേട്ടോ, ജോലിക്കാരൻ്റെ പേര് മറക്കരുത്, ദാസ. അപ്പോൾ ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. അപ്പോൾ അയാൾ പ്രായമായിട്ടുള്ള ആളാണ്, വയസ്സായ ഒരാളാണ് ദാസ. അപ്പോൾ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്, ഷെഡിൽ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വലിയ ബംഗ്ലാവൊക്കെ അല്ലേ, അപ്പോൾ ജോലിക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരെ സെർവൻറ്റ് ദാസ അവിടുത്തെ ഷെഡിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ സമയത്ത് വീട്ടുകാരും ഉറങ്ങിയിരുന്നു, ഇവിടെ ജോലിക്കാരനും ഉറങ്ങിയിരുന്നു. ദേ ഷൂക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ് ആൻഡ് ടോൾഡ് ഹിം എബൌട്ട് ദ അറൈവൽ ഓഫ് ദ കോബ്ര. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ളവർ, ഈ ആൺമക്കളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, പെട്ടെന്ന് ചെന്നിട്ട് ദേ ഷൂക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്, പെട്ടെന്ന് ചെന്ന് ഷൂക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഷേക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഷേക്ക്, ഷാർജ ഷേക്ക് എന്നൊക്കെ പറയണം. ഷേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ കൈ കുലുക്കുക എന്നല്ലേ. അപ്പോൾ കുലുക്കി, ഷൂക്ക് ചെയ്തെന്ന് വെച്ചാൽ കുലുക്കി വിളിച്ചു. അയാളെ കിടന്നുറങ്ങിയില്ലായിരുന്നു, അപ്പോൾ ചെന്ന് കുലുക്കി വിളിച്ചു അയാളെ എണീപ്പിക്കാനായിട്ട്. ആൻഡ് ടോൾഡ് ഹിം എബൌട്ട് ദ അറൈവൽ ഓഫ് ദ കോബ്ര. അപ്പോൾ അയാളെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കോബ്ര വന്നിട്ടുണ്ട്. അപ്പോൾ കോബ്ര വന്ന കാര്യത്തിനെക്കുറിച്ച് ഇയാളുടെ അടുത്ത് പറഞ്ഞു. അറൈവൽ എന്ന് വെച്ചാൽ വരവ്, കോബ്രയുടെ വരവ്, ആ മൂർഖൻ പാമ്പ് കയറി വന്നതിനെക്കുറിച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു. അയാളല്ലേ അവിടുത്തെ ജോലിക്കാരൻ, അയാൾ കണ്ടില്ല, അയാൾ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ അയാളുടെ പറഞ്ഞു, ഇവിടെ ഒരു പാമ്പ് വന്ന് കയറിയിട്ടുണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ, പാമ്പ് വന്ന് കയറിയിട്ടുണ്ട്, ഇനി എന്തോന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അവർ. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫും തീർന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? പാമ്പ് വന്നതിനെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പാരഗ്രാഫുകളാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. അപ്പോൾ ദാസയെ വിളിച്ച് എണീപ്പിച്ചു, അതുവരെയായാലോ. ബാക്കി നോക്കൂ. ദെയർ ഈസ് എനി കോബ്ര ഹിയർ. അപ്പോൾ ദാസ ഹി റിപ്ലൈഡ്, ദാസ പറയാണ്, ദെയർ ഈസ് ഇൻ എനി കോബ്ര ഹിയർ. ഈസ് ഇൻ എന്ന് വെച്ചാൽ ഈസ് നോട്ട്, ദെയർ ഈസ് നോട്ട് എനി കോബ്ര ഹിയർ. അപ്പോൾ ദാസ എന്തുവാണ് പറയണ? ഇത് ഈ കോബ്ര വന്നെന്നറിഞ്ഞപ്പോൾ മൂർഖൻ പാമ്പൊക്കെ വന്ന് കയറിയെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു നാണക്കേടല്ലേ. കാരണം ഇയാൾ ഇവിടെ ജോലിക്കാരനാണ്, എന്നിട്ട് അയാൾ അറിയാതെ ഒരു പാമ്പൊക്കെ ഈ തോട്ടത്തിലോട്ട് വന്ന് കയറിയെന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് എന്തോ പോലെ, അയാളെ കുറ്റമല്ലേ വരണം. അപ്പോൾ ഒരു പാമ്പ് വന്ന് കയറിയിട്ട് ഇയാൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അയാളെ കുറ്റം മറച്ചു വയ്ക്കാനായിട്ടായിരിക്കും പറയണം. നോക്കിക്കോ.
ദർ ഈസ് ഇൻ എനി കോബ്ര ഹിയർ. ഇവിടെ ഒരു പാമ്പ് വന്നിട്ടില്ല. നിങ്ങൾ വെറുതെ പേടിക്കാതെ ഉണ്ടായിരുന്നാണ്. ഇങ്ങോട്ട് പാമ്പൊന്നും വന്നിട്ടില്ല. ആൻഡ് ട്രൈഡ് ടു ഡിസ്മിസ് ദ മാറ്റർ. അയാളെന്തോ പറഞ്ഞു, ഇതൊക്കെ കളഞ്ഞുതരാം, ഈ മാറ്റർ നമുക്ക് വിടാം, ഈ കാര്യം നമുക്ക് വിടാം, ഇവിടെ പാമ്പൊന്നുമില്ല, എനിക്ക് ഉറപ്പാണ്. ദേ സോർ അറ്റ് ഹിം. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ്, അല്ല, പാമ്പ് വന്ന് കയറി, ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയാണ്, സത്യമാണ്. ആൻഡ് വാണ്ടഡ് ഹിം ടു ബി സീരിയസ്. എന്നിട്ട് എല്ലാവരും സോറി എന്ന് വെച്ചാൽ സത്യം ചെയ്യുക എന്നാണ് കേട്ടോ. സോറിൻ്റെ അർത്ഥം സത്യം ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, അല്ല, ഉറപ്പാണ്, പാമ്പ് വന്ന് കയറിയിട്ടുണ്ട്. ആൻഡ് വാണ്ടഡ് ഹിം ടു ബി സീരിയസ് പറഞ്ഞ്, ഈ ചുമ്മാ കളിയായിട്ട് കാണല്, കാര്യമായിട്ടാണ് പറഞ്ഞത്, ഇവിടെ ഒരു മൂർഖൻ പാമ്പ് വന്ന് കയറിയിട്ടുണ്ട്. ദ തിങ് ഈസ് സംവെയർ ഹിയർ. ആ സാധനം ഇവിടെ എവിടെയോ ഉണ്ട്. സംവെയർ ഹിയർ, ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മുടെ മൂർഖൻ പാമ്പ് ഇവിടെ എവിടെയോ കയറിയിരിപ്പുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദ ഈവനിങ് വി വിൽ ഡിസ്മിസ് യു. യു ഡോണ്ട് സീം ടു കെയർ ഓഫ് ദ ഗാർഡൻ. അപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല, വീട്ടുകാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ പറയുകയാണ് എന്തോന്ന്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദ ഈവനിങ്, വൈകുന്നേരത്തിന് മുമ്പ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട്, ഈ ഫൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ കണ്ടെത്തുക. പാമ്പിനെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കണ്ടുപിടിച്ചില്ലെങ്കിൽ വി വിൽ ഡിസ്മിസ് യു, നിന്നെ നമ്മളിവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. ദാസെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. കാരണം എന്താണ്, ഇത്രയും നേരം ദാസ കിടന്നുറങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ അയാൾ സ്വന്തം ഡ്യൂട്ടി ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ മടിയും പിടിച്ച് കിടന്നപ്പോൾ അല്ലേ ഇങ്ങനെ ഒരു പാമ്പ് വന്ന് കയറിയത്. അപ്പോൾ ആ കുറ്റം ആരെയാണ്, ദാസയുടെ കുറ്റമാണ്. അതുകൊണ്ട് വൈകുന്നേരത്തിന് മുമ്പ് ഈ പാമ്പിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പൊന്നു മോനെ നിൻ്റെ ജോലി പോയി എന്നാര് പറഞ്ഞു? ആ വീട്ടുകാരിലൊരാൾ പറഞ്ഞു. ദാസയ്ക്ക് വയസ്സായ ആളാണ് കേട്ടോ. യു ഡോണ്ട് സീം ടു കെയർ ഓഫ് ദ ഗാർഡൻ. അപ്പോൾ പറയാണ്, എൻ്റെ കൂട്ടിച്ചേർത്ത് പറയാണ്, എന്തുവാണ്, നിങ്ങൾക്ക് ഈ ഗാർഡനെക്കുറിച്ച്, നമ്മുടെ ഈ തോട്ടത്തിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. ഇയാൾ ഒരു സുരക്ഷയും ഇല്ലാതെയാണ് കിടക്കണത്. ഇയാൾ അത്ര ശ്രദ്ധിക്കുകയൊന്നുമില്ല, ഈ ഗാർഡൻ അത്ര നോക്കുകയൊന്നുമില്ല. ഇയാളെ ചുമ്മയാണ് ഇങ്ങനെ ജോലിക്ക് വെച്ചേക്കണത്, ഒരു ഉപയോഗവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അയാളെ കുറ്റപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് വൈകുന്നേരത്തിന് മുമ്പ് പാമ്പിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ദാസയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ എല്ലാ കുറ്റവും ദാസയുടെ മുകളിലായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാലാമത്തെ പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. സം നെയ്ബേഴ്സ് ഡ്രോപ്പ്ഡ് ഇൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അയൽക്കാരൊക്കെ അവിടെ എത്തി. ഈ ബഹളമൊക്കെ ഇട്ട് തന്നെ പെട്ടെന്ന് അയൽക്കാരൊക്കെ എത്തി. അവിടെ ഇപ്പോൾ നമ്മുടെ ഏരിയയിലായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്തായാലും ഇപ്പോൾ പെട്ടെന്ന് ഒരു വീട്ടിൽ പാമ്പ് കയറിയെന്നൊക്കെ അറിയുമ്പോൾ തൊട്ട് അയൽക്കാരൊക്കെ ഓടി വരും. അതേപോലെ തന്നെ ഇവിടെ ദേ ലുക്ക്ഡ് അക്യൂസിംഗ്ലി അറ്റ് ദാസ. അക്യൂസിംഗ്ലി, ആ വാക്ക് ശ്രദ്ധിച്ചോ. അക്യൂസിംഗ്ലി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ കുറ്റം ആരോപിച്ചുകൊണ്ട്. ദേ ലുക്ക്ഡ് അക്യൂസിംഗ്ലി അറ്റ് ദാസ. എല്ലാവരും കുറ്റം ആരോപിച്ചുകൊണ്ട് ആരെ നോക്കാൻ തുടങ്ങി? ദാസയെ നോക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പാമ്പ് കയറിയതിൻ്റെ ഉത്തരവാദി ഇപ്പോൾ ആരാണ്? ദാസയാണ്. ദാസ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയില്ലായിരുന്നാ നമ്മൾ കണ്ടപ്പോൾ ദാസ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ദാസ കിടന്ന് ഉറങ്ങിക്കൊണ്ടാണ് പാമ്പ് വന്ന് കയറിയത് എന്നാണ് ആര് പറയണത്? എല്ലാവരും പറയണത്. യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. അപ്പോൾ ആരോ ഒരാൾ പറയാണ്, യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. ലേസി, LAZY, ലേസി. ലേസി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ്. ലേസി എന്ന് പറഞ്ഞാൽ മടിയൻ. അപ്പോൾ യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ലേസിയസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും മടിയനായിട്ടുള്ള സെർവൻറ്റിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും മടിയനായിട്ടുള്ള സെർവൻ്റാണ് ഈ ദാസ. ഈ വയസ്സൻ കിളവൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും മടിയനായിട്ടുള്ള സെർവൻറ്റ് എന്നാണ് ആര് പറയണത്? നാട്ടുകാർ പറയണത്. യു ഓട്ട് ടു കീപ് ദ സറൗണ്ടിങ്സ് ടൈഡി. ഈ സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ചുറ്റുപാട് ടൈഡി, വൃത്തിയുള്ളതാക്കി. ടൈഡി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതെന്നാണ് അർത്ഥം. അപ്പോൾ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കാനുള്ളത് ആരെ ഉത്തരവാദിത്വമാണ്?
ദാസയുടെ ഉത്തരവാദിത്വമാണ്, ഇവിടുത്തെ സെർവൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. നീ അത് ചെയ്തില്ല. കണ്ട ഇവിടെ കിടക്കണം മൊത്തം കാടും പിടിച്ച്, വെറുതെ അല്ലല്ലോ പാമ്പ് ഒന്ന് കയറിയത്. ഇതൊക്കെയാണ് ആൾക്കാർ പറയണത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്തുവാണ്, കുറ്റം മൊത്തം ഇപ്പോൾ ആരുടെ മണ്ടയിലാണ്, ആരുടെ മുകളിലാണ് ഇപ്പം കുറ്റം മൊത്തം? ദാസയുടെ മുകളിലാണ് കുറ്റം മൊത്തം വന്നേക്കണം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പം ആൾക്കാർ മൊത്തം ഇയാളെ കിടന്ന് കുറ്റം പറയണ കേട്ടപ്പോൾ ദാസയ്ക്ക് തിരിച്ചെന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. സ്വന്തം ജോലിയാണ് പോകണം, വൈകിട്ട് ആവണതിന് മുമ്പ് പാമ്പിനെ പിടിച്ചില്ലെങ്കിൽ. അപ്പോൾ ദാസ പറയാണ്, ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്, ദാസ സെഡ്. അപ്പോൾ ഐ ഹാവ് ബീൻ ആസ്കിങ്, ഞാൻ കുറേ നാളായിട്ട് ചോദിക്കുകയാണ്, ഫോർ മന്ത്സ്, കുറേ മാസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഫോർ എ ഗ്രാസ് കട്ടർ, ഒരു പുല്ല് വെട്ടിക്കായിട്ട് ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ വൺ വോയിസ് ദേ ഓർഡേഡ് ഹിം ടു മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ് ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. ഇത് കേട്ടപ്പോൾ എന്തോന്ന്, ഇത് വീട്ടുകാരെല്ലാവരും കൂടെ ഒറ്റ വോയിസിൽ പറയാണ്, ഒറ്റ സ്വരത്തിൽ പറയാണ്, എന്തോന്ന്, ടു മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ്, നീ ഉള്ള സാധനം കൊണ്ട് അങ്ങ് ചെയ്താൽ മതി, അല്ലാതെ നിനക്ക് ഇനി പുതിയതൊന്നും മേടിച്ച് തരാൻ ഇവിടെ ഇല്ല, ഉള്ളത് കൊണ്ട് നീ അങ്ങോട്ട് വൃത്തിയാക്കി വയ്ക്കണം. ഇവിടെ മൺവെട്ടി അതും ഇതും സാധനങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ വെച്ച് നിനക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാമല്ലേ, അല്ലാതെ ഇനി പുതിയത് ഓരോന്ന് മേടിച്ച് തന്നാലേ ചെയ്യൂ എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണവർ. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തായാലും നടക്കുന്ന കാര്യം തന്നെ. ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്, എന്നിട്ട് പറയാണ്, നീ കൂടുതൽ ഡിമാൻഡുകളൊന്നും വയ്ക്കാതെ മര്യാദയ്ക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് നിൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അതാണ് നിൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി. അല്ലാതെ നിനക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഉള്ള സാധനം കൊണ്ട് നിൻ്റെ ഡ്യൂട്ടി നീ കൃത്യമായിട്ട് ചെയ്യണമായിരുന്നു. മീൻ വൈൽ മോർ നെയ്ബേഴ്സ് അസംബിൾഡ്. അപ്പോൾ അടുത്ത പേജെത്തി. മീൻ വൈൽ മോർ നെയ്ബേഴ്സ് അസംബിൾഡ്. മീൻ വൈൽ എന്ന് വെച്ചാൽ പിന്നീട്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, മോർ നെയ്ബേഴ്സ് അയൽക്കാർ. അപ്പോൾ മോർ നെയ്ബേഴ്സ് അസംബിൾഡ്, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി കുറേ അയൽക്കാരും കൂടെ അവിടെ അസംബിൾ ചെയ്തു, എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു, കൂട്ടം കൂടി. ദേ ബിഗാൺ ഡിസ്കസിങ് സ്നേക്ക് മെനാസ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ കൂടി ഇന്ന് എന്തോന്നൊക്കെയാണ്, ആൾക്കാർ കൂടുമ്പോൾ സംസാരങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഡിസ്കസിങ് സ്നേക്ക് മെനാസ് എന്ന് വെച്ചാൽ മെനാസ് എന്ന് വെച്ചാൽ ശല്യം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ മുമ്പുണ്ടായിട്ടുള്ള പാമ്പിൻ്റെ ശല്യവും കുറേ കാരണവന്മാരൊക്കെ വന്നിട്ട് തുടങ്ങുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. വന്നാൽ പിന്നെ കഥ പറഞ്ഞ് തുടങ്ങും. അതേ കണക്ക് തന്നെ ഇവിടെയും കഥ പറച്ചിൽ തുടങ്ങി. മുമ്പ് അവിടെ ഇങ്ങനെ ഒരു പാമ്പ് വന്നിട്ടുണ്ട്, പാമ്പ് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് പാമ്പിൻ്റെ കുറേ കഥ പറച്ചിൽ തുടങ്ങി. ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ്, പിന്നെ പാമ്പ് കടിച്ചാൽ ഉണ്ടാവണ ഡേഞ്ചേഴ്സ്, അപകടങ്ങൾ. പാമ്പ് കടിച്ചാൽ എന്തോ അപകടം ഉണ്ടാവും, മറ്റേ പാമ്പിന് വിഷം കൂടുതലാണ്, ഇന്ന പാമ്പിന് വിഷം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്ന പാമ്പിനെ കുറിച്ചായി മൊത്തം ചർച്ച. ആളുകൾ കൂടി നിന്ന് ചർച്ച തുടങ്ങി. ദേ ബിഗാൺ ഹെൽപ്പിംഗ് ദ നെയ്ബേഴ്സ് ഇൻ എ വെരി പോസിബിൾ വേ. അപ്പോൾ അവരെ ഈ പാമ്പ് കയറിയ വീട്ടിലുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ സഹായിക്കണം, ഈ പാമ്പിനെ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയൊക്കെ സഹായിക്കണമെന്നൊക്കെ തീരുമാനിച്ച് എല്ലാവരും കൂടെ എന്തോന്ന് ചെയ്യണം നോക്കിക്കോ. ദേ ടക്ഡ് അപ്പ് ദെയർ ധോത്തീസ്. അപ്പോൾ കുറേ ആണുങ്ങളൊക്കെ വന്നിട്ട് എന്തോന്ന് ചെയ്ത് ടക്ഡ് അപ്പ് എന്ന് വെച്ചാൽ ടക്ഡ് എന്ന് വെച്ചാൽ മടക്കി കുത്തി. ധോത്തി എന്ന് വെച്ചാൽ എന്തുവാണ്? ധോത്തി മുണ്ട്. അപ്പോൾ മുണ്ടൊക്കെ മടക്കി കുത്തി കുറേ പേരങ്ങോട്ട് ഇറങ്ങി പാമ്പിനെ നോക്കാൻ. സീസ്ഡ് എവരി അവൈലബിൾ നൈഫ് ആൻഡ് ക്രോബാർ. അപ്പോൾ സീസ് എന്ന് വെച്ചാൽ എടുത്തു, ഒറിജിനൽ അർത്ഥം പിടിച്ചെടുത്തു എന്നാണ്, നമ്മളിപ്പോൾ എടുത്തു എന്നുള്ള അർത്ഥം എടുത്തായി. അപ്പോൾ സീസ് ചെയ്തു, പിടിച്ചെടുത്തു അല്ലെങ്കിൽ എടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന ഉള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് കയ്യിൽ. എന്തോന്നൊക്കെ സാധനങ്ങളാണ് എടുത്തത്? നൈഫ് ആൻഡ് ക്രോബാർ. നൈഫ് കത്തിയും, പിന്നെ ക്രോബാർ എന്ന് വെച്ചാൽ പാര, നമ്മളെ ഇരുമ്പ് പാരയും എല്ലാം കൂടെയൊക്കെ എടുത്ത് പാമ്പിനെ കണ്ടാൽ തല്ലി കൊല്ലണ്ടേ, അതിനു വേണ്ടി പാമ്പിനെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാം കൂടെ മുണ്ടൊക്കെ മുളകി കുത്തി ഇറങ്ങിയാണ് അങ്ങോട്ട്. ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. എന്നിട്ട് എന്തോന്ന് ചെയ്ത്? ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. ഹാക്ക് ചെയ്യാന്ന് വെച്ചാൽ ചിന്ന ഭിന്നമൊക്കെ അടി നിരത്താൻ തുടങ്ങി.
കേട്ടാ. ചിന്ന ഭിന്നമാക്കുക എന്ന് വെച്ചാൽ അടിച്ച് നിരത്തുക. അപ്പോൾ ഗാർഡൻ മൊത്തം അങ്ങോട്ട് അടിച്ച് നിരത്തി വൃത്തിയാക്കാൻ തുടങ്ങി. പുല്ലൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞല്ലേ. ദാസ ശ്രദ്ധിക്കാതിരുന്ന് മൊത്തം ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാട് മൊത്തം അടിച്ച് വൃത്തിയാക്കി പാമ്പിനെ തിരയാനായിട്ട് തുടങ്ങി. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെയർ ലെയ്ഡ് ലോ. അപ്പോൾ ക്രീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്രീപ്പർ എന്ന് വെച്ചാൽ വള്ളിച്ചെടികൾ നമ്മളിവിടെ കാട് പിടിച്ച് കിടക്കുമല്ലോ, അത് തന്നെ. അപ്പോൾ ഈ വള്ളിച്ചെടികളും പിന്നെ ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിക്കാട് അല്ലെങ്കിൽ പൊന്ത കണക്കൊക്കെ കാട് പിടിച്ച് കിടക്കുമല്ലോ, അത്. പിന്നെ ആൻഡ് ലോൺസ് എന്ന് വെച്ചാൽ പുല്ല്, ഈ നല്ല പൊക്കത്തിലൊക്കെ പുല്ലും വളർന്ന് കിടക്കും. പുൽമേട്, പുൽത്തകിടി, പുൽമൈതാനം എന്നൊക്കെ പറയില്ലേ. ലോണെന്ന് വെച്ചാൽ പുൽത്തകിടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പുല്ലൊക്കെ നല്ല വളർന്ന് കിടക്കില്ലേ. അപ്പോൾ എല്ലാം ഈ വള്ളികളും കുറ്റിക്കാടും പുല്ലും എല്ലാം അടിച്ച് ഒതുക്കാൻ തുടങ്ങി. വെയർ ലെയ്ഡ് ലോ, അടിച്ച് താത്തി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്പിട്ടടിച്ചാൽ എല്ലാം അങ്ങ് താന്ന് ഒരു ലെവലാവൂലേ, അതേ കണക്ക് ഇവിടെ എല്ലാവരും കൂടെ കയറി, കുറേ പേര് ചേർന്ന് കയറി അടിച്ചൊതുക്കാൻ തുടങ്ങി. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട്. അപ്പോൾ വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ്, ട്രിം ചെയ്യാൻ പറ്റാത്തതിന് എന്തോന്ന് ചെയ്ത്, ട്രിം ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വെട്ടി ഒതുക്കാൻ പറ്റാത്തതിന് എന്തോന്ന് ചെയ്തവന്മാർ, കട്ട് ടു ദ റൂട്ട്, വേരോടെ അങ്ങ് എടുത്ത് കളഞ്ഞു. അത് ഒതുക്കി നിർത്താൻ പറ്റാത്തതിനൊക്കെ, ചിലപ്പോൾ ഈ മുൾച്ചെടികൾ അങ്ങനെയൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും അങ്ങനെ അടിച്ച് ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിനെയൊക്കെ എന്തോന്ന് ചെയ്ത് വേരോടെ അങ്ങ് അടിച്ച് വെട്ടി ദൂരെ എറിഞ്ഞ്. ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ് വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. അപ്പോൾ ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ്, ഇന്നർ വാൾസ് എന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി തുടങ്ങിയപ്പോൾ അകത്തൊക്കെ നല്ല വൃത്തിയായി, ഈ മതിലിൻ്റെ അകമൊക്കെ നല്ല വൃത്തിയായി. വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ, അപ്പോൾ ഫുള്ള് അവിടെ ഒരു വെട്ടമടിച്ച കണക്കായി കേട്ടാ. ഒരു കാടൊക്കെ പോകുമ്പോഴേ, നമുക്കിപ്പോൾ നല്ല കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ പിന്നെ അവിടെ എന്തുമായിരിക്കും, നല്ല ഒരു വെട്ടമൊക്കെ അടിച്ച് അങ്ങനെ ഒരു ഫീലല്ലേ നമുക്കുണ്ടാവണം. അതേ ഇത് തന്നെ ഇവിടെയും പറഞ്ഞേക്കണം. അങ്ങനെ വെൻ ദെയർ ഈസ് നത്തിങ് മോർ ടു ബി ഡൺ. അപ്പോൾ മൊത്തം ആ തോട്ടം മൊത്തം അരിച്ച് പറക്കി നോക്കി ആളുകൾ, ഇത്രയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചൊതുക്കി അരിച്ച് പറക്കി നോക്കി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ദെർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. ഇനിയിപ്പോൾ ഒന്നുമേ ചെയ്യാനില്ല, ഒരു വകയും ചെയ്യാനില്ല. അങ്ങനെയുള്ള അവസ്ഥയായപ്പോൾ ദാസ ആസ്ക്ഡ് ട്രയംഫൻ്റ്ലി. അപ്പോൾ ദാസ വന്നിട്ട് ട്രയംഫൻ്റ്ലി എന്ന് വെച്ചാൽ ഒരു വിജയഭാവത്തിൽ, ഒരു വിജയിയായിട്ട് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്തുവാണ്, ഇത്രയും നേരമായിട്ടും പാമ്പിനെ കിട്ടിയില്ല, ഇത്രയും അടിച്ചൊതുക്കി നോക്കിയിട്ടും പാമ്പിനെ ഇതുവരെയും കിട്ടിയില്ല. അപ്പോൾ പാമ്പിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ദാസ പറഞ്ഞ കാര്യം സത്യമായില്ലേ. ദാസ ആദ്യം എന്തോന്നാണ് പറഞ്ഞത്, ഇയാളെ വിളിച്ചുണർത്തിയപ്പം ദാസ പറഞ്ഞു എന്തുവാണ്, ഇവിടെ പാമ്പൊന്നും കയറിയിട്ടില്ല, നിങ്ങൾ ചുമ്മാ പറയാതിരി, ഇവിടെ പാമ്പൊന്നുമില്ല, പാമ്പ് വന്നാൽ ഞാൻ കാണൂലായിരുന്നു. ഈ ഉറങ്ങിക്കിടന്ന അയാൾ എങ്ങനെ കാണാനാണല്ലേ. അപ്പോൾ ഇതുവരെയും നോക്കിയിട്ട് പാമ്പിനെ കിട്ടിയില്ല. പാമ്പിനെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആര് ജയിച്ച്, ദാസ ജയിച്ച്. ദാസ പറഞ്ഞ കാര്യം സത്യമായി. അപ്പോൾ പാമ്പിനെ കിട്ടിയില്ല, ഇതുവരെയും പാമ്പിനെ കണ്ടില്ല. അപ്പോൾ ദാസ ചോദിക്കുകയാണ്, വെർ ഇസ് എ സ്നേക്ക്, പാമ്പ് എവിടെ, നീയൊക്കെയല്ലേ പറഞ്ഞു ഇവിടെ പാമ്പ് കയറിയെന്ന്, എന്നിട്ടിപ്പോൾ പാമ്പ് എവിടെ എന്നാര് ചോദിക്കണം, ദാസ ചോദിക്കണം. ഒരു പുച്ഛത്തോടെയൊക്കെ ചോദിക്കുകയാണ്, പാമ്പ് എവിടെ. അപ്പോൾ ആ പാമ്പ് എവിടെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ. പേജ് നമ്പർ 25 ഒന്നാമത്തെ പാരഗ്രാഫ് വരെ വായിച്ച് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് സൈഡ് ക്വസ്റ്റ്യനൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.